ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് മട്ടൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മട്ടൻ നല്ല വൃത്തിയാക്കി കഴുകിയ ശേഷം അതിലേക്ക് 2 സവാള, 2 തക്കാളി, 3-4 പച്ചമുളക്, സ്പൈസ് എത്ര ആവശ്യം അതിനനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കി വെക്കുക. കുക്കർ ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 3 ടീസ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. അതിലേക്ക് ഗ്രാമ്പും പട്ടയും ഇടുന്നുണ്ട്. ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തതാണ്. അതിലേക്ക് കട്ട് ചെയ്ത് പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സാൾട്ടും കൂടി ആഡ് ചെയ്ത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, ഈ കാണുന്ന അളവാണ് കേട്ടോ. 1/2 കിലോൻ്റെ അളവാണ് ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൺ പീസസ് കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ മല്ലിത്തഴ പറഞ്ഞതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിത്തഴയല്ല മല്ലിയില അല്ലെങ്കിൽ മല്ലിച്ചെപ്പ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ വീട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട്, ക്ഷമിക്കുക. ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ ഒന്ന് അടച്ച ശേഷം ഒരു 3-4 വിസിൽ വയ്ക്കുക. ഇറച്ചി സോഫ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വിസിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനൊരു 3 വിസിലാണ് അടുപ്പിച്ച് വെച്ചത്. ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കുറുമയാണ്, ഗ്രേവിയല്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങ ഒഴിച്ചതുകൊണ്ട് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.